നമസ്കാരം. ദുബായിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മലയാളി വീട്ടമ്മ ജസീന്തയുടെ അവയവങ്ങൾ ദാനം ചെയ്ത കുടുംബം പ്രവാസലോകത്ത് മാതൃകയായി. സന്ദർശക വിസയിലുള്ള ഒരു മലയാളി വീട്ടമ്മയുടെ അവയവദാനം യുഎയിൽ ഇതാദ്യമായാണ്. ഇത് 2 പേർക്ക് പൊതുജീവിതം നൽകി. ഭർത്താവിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിലെത്തി മകൾ ബ്രിറ്റിയുടെ കൂടെയാണ് ജസീന്ത താമസിച്ചിരുന്നത്. സന്ദർശക വിസയിലെത്തിയിരുന്ന ഇവർ കഴിഞ്ഞ 2 വർഷമായി നാട്ടിലും ദുബായിലുമായി മാറി മാറി താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണ ജസീന്തയെ ഉടൻ തന്നെ മൻകൂൽ ആസ്റ്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് മക്കളായ ബ്രിറ്റി, കാനഡയിലുള്ള ബ്രിട്ടോ എന്നിവരും മരുമക്കൾ സോബി, ആൻസി എന്നിവർ കൂടിയാലോചിച്ച് അവയവദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ജസീന്തയുടെ മരണം പ്രവാസ ലോകത്തിന് വിങ്ങലായി മാറിയതിനൊപ്പം കാരുണ്യത്തിന് വലിയൊരു സന്ദേശം അവശേഷിപ്പിച്ചു. ഈ വീട്ടമ്മയുടെ അവയവങ്ങൾ യുഎയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ കാത്തുനിന്ന 2 പേർക്കാണ് പുതുജീവിതം സമ്മാനിച്ചത്. ഒരാൾക്ക് 2 വൃക്കകളും മറ്റൊരാൾക്ക് കരളുമാണ് നൽകിയത്. 3 വർഷം മുൻപാണ് ജസീന്തയുടെ ഭർത്താവ് ജോസ്മോൻ മരിച്ചത്. അതിന്റെ ദുഃഖത്തിൽ നിന്ന് മോചനം നേടും മുൻപുണ്ടായ അമ്മയുടെ വേർപാടിൽ തകർന്നുപോയ നിമിഷത്തിലും മറ്റുള്ളവർക്ക് ജീവനാവുക എന്ന വലിയ ആശയത്തിലേക്കാണ് ജസീന്തയുടെ മക്കൾ എത്തിച്ചേർന്നത്. മക്കളായ ബ്രിറ്റി, ബ്രിട്ടോ, മരുമക്കളായ സോബി, ആൻസി എന്നിവരും മറ്റു ബന്ധുക്കളും ചേർന്ന് ഒരു മനസ്സോടെ അവയവദാനത്തിന് സമ്മതം മൂളുകയായിരുന്നു. അമ്മയുടെ ഓർമ്മകൾ മറ്റൊരാളിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന ഉറച്ച തീരുമാനം പ്രവാസ ലോകത്തെ വികാരനിർഭരമായ കാഴ്ചയായി. ജസീന്തയുടെ ഭൗതിക ശരീരം പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോയി കാവിറ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കരിച്ചു. അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതപത്രം നൽകിയ ശേഷം ജസീന്തയെ ശസ്ത്രക്രിയ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ദുബായ് കിങ്സ് കോളേജ് ലണ്ടൻ ആശുപത്രി അത്യപൂർവവും വൈകാരികവുമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഓണർ വാക്ക് എന്നറിയപ്പെടുന്ന ആദരമർപ്പിക്കലായിരുന്നു അത്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുമ്പോൾ ആ ദാതാവിനോടും അവരുടെ കുടുംബത്തിന്റെ വലിയ മനസ്സിനോടുമുള്ള ആദരസൂചകമായി ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും ബന്ധുക്കളും ചേർന്ന് നടത്തുന്ന പ്രത്യേക ചടങ്ങാണിത്. ജീവൻ രക്ഷിക്കാനുള്ള അവസാന യാത്രയ്ക്കായി ദാതാവിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ശസ്ത്രക്രിയ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആശുപത്രി ഇടനാഴിയുടെ ഇരുവശങ്ങളിലുമായി ഡോക്ടർമാരും നഴ്സുമാരും മറ്റു ജീവനക്കാരും ആദരവോടെയും പ്രാർത്ഥനയോടെയും വരിവരിയായി നിൽക്കും. കണ്ണീരണിഞ്ഞ് കൈകൾ കൂപ്പി നിൽക്കുന്ന ഈ ജനക്കൂട്ടത്തിന് നടുവിലൂടെയുള്ള ദാതാവിന്റെ ആ അവസാന യാത്ര മൺമറിഞ്ഞു പോയാലും അവർ ചെയ്ത മഹത്തായ ത്യാഗത്തിന് സമൂഹം നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ്. ജസീന്തയുടെ ഈ അവയവദാന യാത്രയിൽ ആശുപത്രിയിലെ മുഴുവൻ മെഡിക്കൽ സംഘവും ബന്ധുക്കളും പങ്കുചേർന്നപ്പോൾ അന്തരീക്ഷം അത്യന്തം വികാര നിർഭരമായി മാറി. യുഎഇയിൽ അവയവദാന പ്രക്രിയകൾ പൂർണ്ണമായി നിയമവിധേയവും അതീവ സുരക്ഷിതവുമായാണ് നടപ്പാക്കുക. യുഎഇ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഹയാത്ത് എന്ന ദേശീയ പദ്ധതി വഴിയാണ് അവയവദാനവും അവയവ ശസ്ത്രക്രിയകളും ഏകോപിപ്പിക്കുന്നത്. യുഎഇ നിയമപ്രകാരം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ അവയവദാനം സാധ്യമാകുള്ളൂ. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരു യുഎഇ താമസക്കാരനും ഹയാത്ത് ആപ്പിലോ വെബ്സൈറ്റിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനും അവസരമുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ചതായി പ്രത്യേക മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ച ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കൂ. തുടർന്ന് അതീവ ജാഗ്രതയുടെയും അന്തസ്സോടെയുമാണ് അവയവങ്ങൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്കായി ശേഖരിക്കുന്ന അവയവങ്ങൾ യുഎയിലെ വിവിധ ആശുപത്രികൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ മുൻഗണനാ പട്ടികയനുസരിച്ച് പൂർണ്ണമായും സൗജന്യമായാണ് നൽകുക. ജസീന്തയുടെ വിയോഗത്തിലും അവർ കാത്തു സൂക്ഷിച്ച ജീവന്റെ കണക്കുകൾ ഇനി 3 വ്യക്തികളുടെ പ്രവാസ ലോകത്ത് തുടരുമെന്നാണ് ഈ വേർപാടിലും അവരുടെ കുടുംബത്തിന് നൽകുന്ന വലിയൊരു ആശ്വാസം.